എഴുതിയാലും പറഞ്ഞാലും തീരാത്ത പൈതൃകങ്ങളും പഴമകളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്കടുത്ത് പുളിയൂർ കുറിച്ചി എന്ന സ്ഥലത്ത് ഒരുപാട് മിസ്റ്ററീസ് അവശേഷിപ്പിച്ച ഒരു കോട്ടയുണ്ട് കേട്ടോ. ഉദയഗിരി കോട്ട. ഒരു ഹൊറർ മൂവിക്ക് പറ്റിയ ഒരു സബ്ജക്റ്റ്, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തടവുകാരനായി പിടിച്ച ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയ് എന്ന വീരയോദ്ധാവിനെ തടവിൽ പാർപ്പിച്ച ഈ കോട്ടയുടെ കഥയുണ്ടല്ലോ, സത്യത്തിൽ എല്ലാ ദേശസ്നേഹികളുടെയും അല്ലെങ്കിൽ ഒരു ചിന്താശേഷിയുള്ള എല്ലാ മനുഷ്യൻ്റെയും ഉറക്കം നഷ്ടപ്പെടുത്തും. അങ്ങനത്തെ ഒരു കഥയാണ്, ഒരു ത്രില്ലിംഗ് സ്റ്റോറി. അപ്പോൾ ഈ കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായ ഒരു യുദ്ധമായിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തിന് ഇല്ലാതിരുന്ന പീരങ്കികളും തോക്കുകളും ഒക്കെ ഉപയോഗിച്ച് പ്രബലരായ ഡച്ചു സൈന്യം തിരുവിതാംകൂറിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ തിരുവട്ടാർ ആദികേശവനിലും നെയ്യൂർ ഊരമ്മനിലും വിശ്വാസമർപ്പിച്ച് ധീരമായി പോരാടിയ മാർത്താണ്ഡവർമ്മയ്ക്ക് ഡച്ചുകാരെ തോൽപ്പിച്ചു തുരത്താൻ കഴിഞ്ഞു. അനേക ശത്രുക്കളെ യുദ്ധ തടവുകാരായി പിടിക്കുകയും ആയുധങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? ഈ ഡച്ച് സേനയുടെ സേനാനായകനായ ഡിലനോയ് ഉണ്ടല്ലോ, പുള്ളിയെ മഹാരാജാവ് പത്തനാപുരത്ത് കൊണ്ടുവന്ന് തടവിലാക്കി. എന്നിട്ട് സംഭവിച്ചതൊക്കെയാണ് ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരു മഹാരാജാവിൻ്റെ ഒരു സന്മനസ് എന്ന് പറഞ്ഞാൽ ഒരു ജയിലിലോ ഒരു റൂമിലോ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്യുകയായിരുന്നില്ല. ഇത്രയും വലിയൊരു കോട്ടയ്ക്കുള്ളിൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഇതിനകത്താണ് കൊണ്ടുവന്ന് ഇവരെയൊക്കെ പാർപ്പിച്ചത്. അപ്പോൾ ഈ തിങ്ങി നിറഞ്ഞ മുളങ്കൂട്ടങ്ങളും ഈ കാടും ഇതിനകത്തുള്ള ഭീകരമായ അന്തരീക്ഷവും ഒക്കെ നമ്മുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലേ. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ ചരിത്രം അറിഞ്ഞപ്പോൾ ഒരു അങ്കലാപ്പായിരുന്നു. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും. അപ്പോൾ ഇതൊക്കെ ഒരു പാർക്ക് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ് ഇതൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല. ഇതിനകത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന കാട്ടിനകത്തൂടെ നമ്മൾ എവിടെ പോകുന്നതെന്ന് അറിയാമോ? ഈ ഡിലനോയിയുടെ ശവക്കല്ലറയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ശവക്കല്ലറ ഒരു പള്ളിയുടെ അകത്താണ് പണിഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഹിന്ദു മഹാരാജാവ് ഒരു ക്രിസ്ത്യൻ, ഒരു ഡച്ചുകാരനായ ഒരു ഫോറിനറിന് വേണ്ടി പുള്ളിയുടെ ആചാരം അനുസരിച്ച് ഒരു പള്ളി കെട്ടുക, ശവക്കല്ലറ ഉണ്ടാക്കുക. അപ്പോൾ ഇത് അദ്ദേഹത്തിനോടുള്ള പാരിതോഷികമായിട്ടാണോ, ഒരു സ്മരണയ്ക്ക് വേണ്ടിയാണോ, അതോ അദ്ദേഹത്തിൻ്റെ പ്രായച്ചിത്തമാണോ എന്നുള്ളത് നമുക്ക് ലോങ് വീഡിയോയിലൂടെ കാണാം. ഉദയഗിരി കോട്ടയുടെ ഫുൾ സ്റ്റോറി, അതിൻ്റെ ചരിത്രം നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് വാച്ച് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്കിതിനകത്ത് കടന്നപ്പോഴുണ്ടല്ലോ, എൻ്റെ പിന്നിൽ കൂടെ ആരോ വരുന്ന പോലൊരു ഫീലാണ്. ഒരു വല്ലാത്തൊരു വൈബാണ് ഇതിനകത്ത്. വെറുതെ പറയുകയല്ല കേട്ടോ. അതിനകത്ത് ചെന്ന് കയറുമ്പോഴേ ഒരു ചരിത്ര സ്മാരകം എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ഇങ്ങനെ ഇട്ടേക്കുക. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നന്ദിയില്ലാത്ത കന്യാകുമാരിക്കാരെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എത്ര വലിയൊരു മോണുമെൻ്റ് ആണെന്നറിയോ. ശരി, അപ്പോൾ നമുക്ക് ലോങ് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. ആ കല്ലറ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിചാരങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം.